വേഗം ആ പഴങ്ങളൊക്കെ എടുത്തു വെക്കേ, പോണ്ടേ, സമയമായി വരുന്നു. അങ്ങുന്നേ നമ്മുടെ ഗ്രാമത്തിൽ വേതാളം വന്നിട്ടുണ്ട്. മരുതീരനെ വേഗം വിളിക്കടാ. ഈ ഗ്രാമത്തിൽ അവന് മാത്രമേ വേതാളങ്ങളെ എതിർത്ത് നിൽക്കാനാവൂ. എന്റെ പൊന്നങ്ങൂന്നേ, ഞങ്ങളോട് ക്ഷമിക്കേ, ഞങ്ങളോട് ക്ഷമിക്കൂ, ഒന്ന് ക്ഷമിക്കൂ. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരാണ്? നിങ്ങൾ വേതാളം, ഞങ്ങൾ പാതാളം. ഈ ഒരേ ഒരു പ്രാവശ്യം നിങ്ങളുടെ നല്ല മനസ്സ് വെച്ച് ഞങ്ങളോടൊന്ന് ക്ഷമിച്ചാല് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വന്ന് നിങ്ങളുടെ കപ്പം ഞങ്ങൾ കെട്ടിക്കോളാം. മരുതീര, നമ്മൾ കൊടുക്കേണ്ട കപ്പം. മരുതീരൻ ഉണ്ടെന്നുള്ള ഒരേ കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ കാല് പിടിച്ച് അവൻ ഓരോ തവണ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തവണയെങ്കിലും നിങ്ങൾ കപ്പം കെട്ടാൻ താമസിച്ചാലുണ്ടല്ലോ, നിങ്ങളെല്ലാവരെയും നശിപ്പിച്ചു കളയും ഞാൻ. ചേട്ടന്റെ പേര്? പിടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വിട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ വിജയിക്കട്ടെ എന്ന് പറ. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വെട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വെട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വെട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി. ആള് പോയോ? പോയി. എന്താ മറുതീര? എന്താ മോനെ, എല്ലാരും അതിശയിച്ചു നിൽക്കുകയാണല്ലോ. പതുങ്ങുന്നത് പായാൻ വേണ്ടിയാ. ഇന്ന് കാലി പിടിച്ചു, നാളെ കഴുത്തിന് പിടിക്കും. അതാണ് കാലത്തിന്റെ മാറ്റം. ഓർമ്മയിരിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹം പോലെ അങ്ങോന്നേ. ഒരു ചെറിയ സഹായം. നമ്മുടെ ഗ്രാമത്തിലേക്ക് ആര് വന്നാലും സാധാരണ നീയാണ് അവരെ കൂട്ടിക്കൊണ്ട് വരാറ്. നാളെ ഉത്രപൂജയാണ്. നല്ലൊരു ദിവസമല്ലേ? എൻ്റെ മകൾ പവിഴമല്ലി പഠിത്തം കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ്. അതുകൊണ്ട് നീ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് നാളെ കാലത്ത് തന്നെ ഒന്നാട്ടുമുക്കരയ്ക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാമോ? ഇതും എന്റെ കടമയാണെന്ന് പറയാൻ വരുവോ അല്ലേടാ? അതല്ലടാ, പവിഴമല്ലിയുടെ നിറം കറുത്തതാണോ അതോ വെളുത്തതാണോ? വേറെ അതിനെത്രയാ വില? അല്ല, ഇതിനിടയ്ക്ക് പവിഴമല്ലി എങ്ങനെ കണ്ടുപിടിക്കും? ഇതെന്തു പറ്റി? എന്റെ താരകത്തിന് തറയിലും കാണുന്നില്ല, വെള്ളത്തിലും കാണുന്നില്ല. ഇനി ആകാശത്തോട്ടോങ്ങനെ പോയോ? വന്നു. അപ്സരസോ അതോ ദേവതയോ? ആരാ പെണ്ണെ നീ? ഞാനാ ചേട്ടാ.
നിങ്ങളുടെ മുറപ്പെണ്ണ് താരകയാണ്. നീ താരകമല്ല, താമര. അമ്മ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? നിന്റെ ചേട്ടന് മൂക്കിന് താഴെ ഒരു മീശ, മേലെ ഒരു മീശ ഉണ്ടെന്ന്. ഈ ലോകത്തില് 1-2 മീശ വെക്കാനുള്ള ധൈര്യം എന്റെ ചേട്ടനല്ലാതെ വേറെ ആർക്കാ ഉള്ളത് ചേട്ടാ? നിന്നെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിൽ നീയാണ് പെണ്ണേ. ചാണത്തലയൻ തുടങ്ങി പരിപാടി. പോടാ എങ്ങോട്ടേലും. തങ്കമുത്തേ, ഇപ്പൊ വരാടാ. എവിടെയൊക്കെ ഞാൻ നോക്കിയെന്നറിയാമോ? മരുതീര, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുമ്പോ എന്ത് സന്തോഷമുണ്ടെന്ന് അറിയോ? ആർക്ക് വേണ്ടി ഇതൊക്കെ? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ? മരുതീര, നിങ്ങളുടെ മീശയൊക്കെ അങ്ങ് വളർന്ന ആളാകെ അങ്ങ് മാറിയിട്ടുണ്ടല്ലോ. നിനക്കും മീശ മുളച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് മാറ്റമില്ലെന്നാണോ? കവിത എഴുതിയതുപോലെ ഉണ്ട്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കൊത്തിയെടുത്ത ശിലയാണ് നീ. അതിനേക്കാൾ നല്ല ചേല. ഇപ്പൊ ഇവിടെ ഒരു കൊല നടക്കും. എന്നാ വിട്ടേക്ക്. നാട്ടിലെന്താ വിശേഷം? എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെയും മറുതീരം വേതാളത്തിന്റെ കാലിൽ വീണ് കെഞ്ചി കരഞ്ഞ് നമ്മുടെ വൈരനെല്ലൂർ ഗ്രാമം രക്ഷിച്ചില്ലേ? കാലേ വീണ് കരഞ്ഞു രക്ഷിച്ചെന്നോ? അയ്യോ, അബദ്ധമായ. വൈരനെല്ലൂർ പെണ്ണാണെന്ന് പറയാൻ തന്നെ നാണക്കേടാ. കോടങ്കി, അങ്ങനെയൊന്നും പറഞ്ഞ അങ്ങോട്ടും മനസ്സിലാവില്ല. എന്ത് മനസ്സിലായില്ലെന്ന്? നമ്മുടെ നാട്ടിൽ മീശയുള്ള ആണുങ്ങൾ ആരുമില്ലേ? എടാ മറുതീര, ഈ കുതിര വണ്ടി ഇടത്തോട്ട് വളച്ചോടിക്ക്. നമുക്ക് ഈ പണി വേണ്ട, പോയേക്കാം. ഓടിച്ചെന്ന് അവരുടെ കാലേ വീഴുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇങ്ങനെ ആലോചിക്കാതെ, രക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ ആലോചിക്കാം. അത് കലക്കി.
അടിച്ചടിയിൽ നീ ഒരാടല്ല പുലിയാണെന്ന് മാർക്ക് മനസ്സിലായി. എന്റെ അമ്മോ, നിന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. എന്തൊരു അടി അടിച്ചത് ഇന്നലെ, പിന്നെ എന്തിനാ അയാളുടെ കാല വീണേ? പവിഴമല്ലിക്ക് വേണ്ടി ഒരു പട തന്നെ നേരിട്ട് വന്നാലും എല്ലാത്തിനും അടിച്ചു കൊന്നുകളെ ഞാൻ. പക്ഷെ ഒരു പാവപ്പെട്ട ഗ്രാമം നമ്മളെ ഓർത്തിരിക്കുമ്പോ കുറച്ച് നമ്മൾ ഒതുങ്ങുന്നതല്ലേ നല്ലത്. ധീരതയുടെ മറുവശം സമാധാനമാണ്. ആ സമാധാനം കഴിവില്ലാത്തതെന്ന് കരുതിയാ ഞാൻ എന്താ ചെയ്യുന്നത്? അത് പിന്നെ വൈരനെല്ലൊരു പെണ്ണാണെന്നും പറഞ്ഞ് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീശ വെച്ച ആണുങ്ങൾ അവിടെയും ഉണ്ട്. വണ്ടി മറക്കാൻ തുടങ്ങി. താരകെ, നിന്നെ വിശ്വസിച്ചാ ഞങ്ങളോട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചറപറാന്ന് ചെയ്തോണം. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാ. സുഖമാണോ? സുഖായിരിക്കുന്നമ്മേ. അച്ഛാ, അമ്മേ, വരുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചു. മരുതീരനാ അമ്മേ ഞങ്ങളെ രക്ഷിച്ചത്. വളരെ നന്ദിയുണ്ട് മറുതീര. അതെന്റെ കടമയാണ്. വാ വാ. എന്താ മോനെ, എന്താ? ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മോനെ? നിങ്ങൾ ഏർപ്പാട് ചെയ്ത വേതാളങ്ങൾ യഥാർത്ഥ വേതാളങ്ങളെക്കാളും തകർത്ത് കളഞ്ഞില്ലേ? അങ്ങനെ പറ. എന്തൊരു അഭിനയം, എന്തൊരു തുടിപ്പ്, എന്തൊരു ബുദ്ധി, എന്തൊരു ശൈലിയാണ്. മറുതീര, നിന്റെ മെയ്വഴക്കം കണ്ട് കൊഴഞ്ഞു വീണ് പവിഴമല്ലിക്ക് നിന്നോട് ഇഷ്ടം തോന്നിക്കാണുമല്ലേ? എല്ലാം നടക്കുന്നു വിചാരിക്കുന്നു. നടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വേതാളങ്ങളെ വീണ്ടും അയക്കാന്നേ. അല്ല, അടുത്ത പരിപാടി എന്താ? എന്താ? ഉത്തരപൂജ.